ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ദ ടെററ്റ് എക്സ്പെഡിഷൻ. അപ്പൊ ഇന്ന് ഒരാള് എനിക്കൊരു കമന്റ് ഇട്ട് ചോദിച്ചായിരുന്നു, റിലേഷൻഷിപ്പിൽ കണ്ണ് ദോഷമുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ഇഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ റീഡിങ് ചെയ്യാൻ പോകുന്നത്. അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ഒരു റീഡിംഗ് അല്ല, ഒരു ചെറിയ റീഡിംഗ് ആണ്. സാധാരണ നമ്മൾ റീഡിങ്സ് ചെയ്തു പോകുമ്പോൾ അതിൽ പറഞ്ഞു പോകുന്ന ടോപ്പിക്കാണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യാൻ പോയത് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ആൻഡ് ഗൈസ്, നിങ്ങൾ ടെററ്റ് എക്സ്പെഡിഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പിന്റെയും മറ്റു കാര്യങ്ങളുടെയും എനർജീസ് ആണ് ഇതിനകത്ത് എടുക്കാൻ സാധിക്കുക. നമ്മൾ നല്ല രീതിയിൽ ഓപ്പൺ അപ്പ് ആയി ഇരുന്നാലും നമുക്ക് 100% ആയിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് റിസീവ് ചെയ്യാൻ സാധിക്കും ടെററ്റിലൂടെ. ഓക്കെ, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം, നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിക്കണം, എന്നാലാണ് നിങ്ങൾക്ക് ആ ഒരു വേ തുറന്നു കിട്ടുക ടെററ്റ് വഴി. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ ഒരാളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ആ കണക്ഷൻ പെട്ടെന്ന് പൊട്ടിപ്പോയി, അല്ലെങ്കിൽ ആ കണക്ഷനിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായില്ല, വേറെ ആരുടെയെങ്കിലും കൈകൾ ഉണ്ടോ അതില് എന്ന് നിങ്ങൾക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ പേഴ്സൺ ആരാണെന്നും അവരുടെ എനർജി കണക്ട് ചെയ്യുക, എന്നിട്ട് യൂണിവേഴ്സിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. നമുക്ക് റീഡിംഗ് നോക്കാം. യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉള്ളതായി നിങ്ങൾക്കറിയാമെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയാണ് പലപ്പോഴും ബ്ലാക്ക് മാജിക് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾ തുറന്നിട്ടുണ്ട് എങ്കിൽ പരമാവധി ബ്ലാക്ക് മാജിക് അല്ല, പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കണ്ണുദോഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മെയിൻലി നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും അറിയാവുന്ന വ്യക്തികളാകാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ്, അതായത് ഒരു ബ്ലാക്ക് സൈഡും ഉണ്ട്, ഒരു വൈറ്റ് സൈഡും ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. മോറോവർ നിങ്ങളോട് വളരെ പോസിറ്റീവാണ് എന്ന രീതിയിൽ സംസാരിക്കുന്ന പലരും നിങ്ങൾ ഹാപ്പി ആയി പോകുന്നതിൽ വളരെയധികം സന്തോഷമാണെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ മേ ബി നിങ്ങളോട് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തി കൊടുത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്താണ് നിങ്ങളുടെ പാർട്ട്നേഴ്സിനോട് ഇൻട്രസ്റ്റും അട്രാക്ഷനും തോന്നാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചാറ്റ് ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് പലപ്പോഴും നമ്മളെ ചീറ്റ് ചെയ്യാൻ, നമ്മളെ ബിട്രേ ചെയ്യാൻ, അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എനർജി എടുത്തിട്ടുണ്ട്, എനർജി ചെയ്തിട്ടുണ്ട്. ആൻഡ് പലപ്പോഴും നമ്മളിൽ നിന്ന് ഇവർ അകന്നതും, നമ്മളെ ഫസ്റ്റ് ബ്ലോക്ക് ചെയ്തതും, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയതും, നമ്മളെ ഷൗട്ട് ചെയ്തതും, നീ നിന്റെ കാര്യം നോക്കി പൊയ്ക്കോ എന്ന രീതിയിലുള്ള സംസാരങ്ങൾ പറഞ്ഞതും പലപ്പോഴും ഈ ഒരു തേർഡ് പാർട്ടി എനർജി ട്രിഗർ ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ എന്താണ് ഈ ഹൈ പ്രീസ്റ്റസ് എനർജി, അതായത് ഒരു ഫെമിനിൻ എനർജി ട്രിഗർ ചെയ്തിട്ടാണ് എന്നതാണ് കാണുന്നത്. നമ്മുടെ പേഴ്സൺ ചിലപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ടായിരിക്കാം ആദ്യം തുടങ്ങിയിട്ടുണ്ടാവുക, പക്ഷെ പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നു ഈ കൈൻഡ് ഓഫ് എനർജിയിൽ നമ്മുടെ പേഴ്സൺ ചുറ്റപ്പെട്ടു പോവുകയും ആ ഒരു ട്രാപ്പിൽ വീണു പോവുകയാണ് ചെയ്തത്. അപ്പൊ പുറമേ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഫ്രീഡം ആണ്, ഒരു പ്രശ്നവുമില്ല എന്ന കൈൻഡ് ഓഫ് എനർജിയാണ്. പക്ഷെ ഓരോ ഈ ഒരു ട്രാപ്പിലേക്ക് പോകുമ്പോഴും, ഓരോ ചുറ്റ് ഈ ഒരു എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചുറ്റുമ്പോഴും നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ പേഴ്സണെ ആയിരുന്നു. ഓരോ നിമിഷവും ഈ ഒരു റിലേഷൻഷിപ്പ് ലോങ് ഡിസ്റ്റൻസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു സം കൈൻഡ് ഓഫ് ഫയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അല്ലെ നിങ്ങൾ ഡിറ്റാച്ച് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ പലപ്പോഴും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് ഫയർ എനർജി വർക്ക് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ ഡിറ്റാച്ച് ആകാൻ വേണ്ടിയിട്ട്. ആൻഡ് യെസ്, കൈൻഡ് ഓഫ് ബ്ലാക്ക് മാജിക് എനർജീസും ഇതിനകത്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുപോലെ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നിങ്ങളുടെ ഫാമിലി ഇടപെട്ടിട്ടുള്ളതാണെങ്കിൽ കൈവിഷം പോലുള്ള അങ്ങനത്തെ പരിപാടികളും ഈ ഒരു പേഴ്സണിന്റെ എതിരെ ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ മറ്റു വ്യക്തികളോട് ഫിസിക്കലി അട്രാക്റ്റഡ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം എന്ന കൈൻഡ് ഓഫ് എനർജിയും കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസൊണേറ്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾ പ്രൊട്ടക്ഷൻ ധരിക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ സിംറ്റംസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതെടുക്കാവൂ. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്ലാക്ക് മാജിക് ഉണ്ടോ എന്ന സംശയത്തിലാണ് നിങ്ങൾ തുറന്നിട്ടുള്ളത്. ഈ കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്ലാക്ക് മാജിക് ഇഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഈ ബ്ലാക്ക് മാജിക് ഇഫക്റ്റ് ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത്
വാട്ടർ സൈനിലുള്ളതോ അല്ലെങ്കിൽ ഫയർ സൈനിലുള്ളതോ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന്റെ ജോലി സ്ഥലത്തുള്ള അവരെ മാനേജ് ചെയ്യുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആയിരിക്കാം എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ് എന്ന രീതിയിൽ നിങ്ങളെ ചുറ്റപ്പെട്ടിരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സണെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്, നിങ്ങളുടെ മദർ ഇൻ ലോ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ ഇൻ ലോ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടാത്ത എനർജീസ്, നമുക്ക് വേണ്ടാത്ത അട്രാക്ഷൻസ്, നമുക്ക് വേണ്ടാത്ത റിലേഷൻഷിപ്പുകൾ, നമുക്ക് വേണ്ടാത്ത മെസ്സേജുകളൊക്കെ സോഷ്യൽ മീഡിയ വഴി വിട്ട് നമ്മളെയും ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ തെറ്റുകാരിയാണ് എന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി ഡിറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. സോ ഈ സിറ്റുവേഷനുകളിൽ നിങ്ങൾ പോയിട്ടുണ്ട്, അതായത് നിങ്ങളുടെ പേഴ്സൺ പെട്ടെന്ന് നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയോ പെട്ടെന്ന് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുകയോ പെട്ടെന്ന് നിങ്ങൾ വർത്ത് അല്ല എന്ന് പറയാൻ തുടങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സംഹൗ ഒരു ബ്ലാക്ക് മാജിക്, ഒരു മജീഷ്യൻ എനർജി, ഒരു മായാജാലക്കാരന്റെ എനർജി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു പല ആൾക്കാരും പല ദേവതകളെയും ഉപാസിക്കുന്ന ഒരു കൈൻഡ് ഓഫ് എനർജി. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടുകൾ ലഭിക്കും. അപ്പോൾ നിങ്ങളിപ്പോ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാത്ത വ്യക്തികളുടെ അടുത്ത് പോവുക. അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് പോയാൽ വൺസ് നിങ്ങൾ അതിനകത്ത് പെട്ടുപോയാൽ പിന്നെ അതിനകത്തുനിന്ന് കരകയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ പലപ്പോഴും ബ്ലാക്ക് മാജിക് കൊണ്ട് തന്നെ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെ എടുത്തു കളയാൻ സാധിക്കില്ല. നമുക്ക് പലപ്പോഴും അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ സ്വീകരിക്കാനായിരിക്കും സാധിക്കുക. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ടെർമലിൻ ബ്രേസ്ലെറ്റോ ടൈഗർ ഐ ബ്രേസ്ലെറ്റോ ഇടാവുന്നതാണ്. അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ അവസ്ഥ എത്രത്തോളം രൂക്ഷമാണ് എന്നതനുസരിച്ച് പ്രൊട്ടക്ഷൻ ഇടുക. അതുപോലെ നിങ്ങളുടെ വീട്ടിലെ പൈറൈറ്റ് സ്റ്റോണോ ബ്ലാക്ക് ടെർമലിൻ സ്റ്റോണോ ഒക്കെ നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറുന്ന എൻട്രൻസിൽ വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ വീടിന്റെ സൈഡിലൊക്കെ പ്രൊട്ടക്ഷൻ ടൂൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുഴിച്ചിടുന്നതും എന്തുകൊണ്ട് നല്ലതായിരിക്കും. വീട്ടിലിന്റെ ഇൻസൈഡ് ആണ് പ്രശ്നമെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രശ്നം, എനിക്ക് തോന്നുന്നത് നിങ്ങൾ നല്ലൊരു ഫെയിംഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഫെയിംഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാരുടെ ആ ഒരു അട്രാക്ഷൻ കാരണം, അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ ആ ഒരു പേഴ്സണെ ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആരാധന ഉള്ളത് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു പേഴ്സണെയാണോ കിട്ടിയത്, ഹൗ ക്യൂട്ട്, എന്ത് ഭംഗിയാണ് ഇവർ തമ്മിൽ എന്ന രീതിയിലൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടും നിങ്ങൾക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എക്സ്പെഷ്യലി നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ ഒത്തിരി അങ്ങോട്ട് പുകഴ്ത്തി പറയുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. ഒത്തിരി പുകഴ്ത്തി പറയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സന്തോഷങ്ങൾ മറ്റാൾക്കാരോട് ഷെയർ ചെയ്യരുത്. ചില ആൾക്കാരുണ്ട് ഫ്രണ്ട്സിനോടെല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന എനർജി മോശമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ആ ഒരു പോസിറ്റിവിറ്റി മറ്റൊരുത്തന്റെ ജീവിതത്തിൽ ഇല്ലാതെയാവുമ്പോൾ ഇവൻ ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടോ, നാളെ ഇവനൊരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവും, അപ്പോഴെനിക്ക് സമാധാനം കിട്ടും. ഈ കൈൻഡ് ഓഫ് രീതിയിലുള്ള ടോക്സുകൾ മനുഷ്യരുടെ മനസ്സിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ കഴിവതും പലപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ പ്രൈവറ്റ് ആക്കി വെക്കാൻ ശ്രമിക്കുക. അതുപോലെ ഒത്തിരി ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് പബ്ലിസിറ്റി ചെയ്ത് കണ്ണ് ദോഷങ്ങൾ നാവ് ദോഷങ്ങൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓവറോൾ എനർജിയിൽ നമുക്ക് മനസ്സിലാവുന്നത് മജീഷ്യൻ എനർജിയാണ്. സോ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസും അതുപോലെ തന്നെ നെഗറ്റീവ് എഫക്റ്റുകളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രസന്റ് ആണ്. സോ പ്രൊട്ടക്ഷൻ ധരിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഈവൻ നിങ്ങൾക്ക് അത് റിലീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ബ്ലാക്ക് മാജിക് വഴി തന്നെ പോകേണ്ടി വരും. പക്ഷെ അത് നിങ്ങൾക്ക് കാർമിക് ഇഫക്റ്റ് ഉണ്ടാക്കും. സോ എന്ത് സ്റ്റെപ്പ് എടുക്കണം, എങ്ങനെ ചെയ്യണം എന്നത് തികച്ചും നിങ്ങളുടേതായിട്ടുള്ള ഡിസിഷൻ ആണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഫർദർ മോർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പറിലോ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് കാണാൻ. ബൈ ബൈ.